ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചൂടമീൻ അച്ചാറുണ്ടാക്കിയാലോ? എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാമേ. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ എടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. എല്ലാ മീനും നമുക്കിങ്ങനെ വറുത്ത് കോരിയെടുക്കാം. അച്ചാറിന് ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മീൻ വറുക്കാൻ ഉപയോഗിച്ച എണ്ണയിലോട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ മുളകിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മസാലയൊക്കെ പച്ചമണം മാറി നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മീൻ വറുക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഈ ഗ്രേവിയിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. മസാലയെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചൂടമീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു അച്ചാറാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.